ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന വെട്ട് കേക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊതുവേ ഓവർ മധുരമില്ലാത്തൊരു സ്നാക്കാണിത്, അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് ഏലക്കപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ബോളാക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്നും പരത്തേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് തന്നെ പരത്തിയെടുത്താൽ മതി. ഭയങ്കര നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, ഇത്തിരി കനം വേണം. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാം. ഈ സൈഡ്സൊന്നും കളയേണ്ട ആവശ്യമില്ല. അടുത്ത പത്തിരി പരത്തുന്ന ടൈമിൽ അതിൻ്റെ കൂടെ ചേർത്താൽ മതി. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോരോ പീസസ് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഇത് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം. ഇത് ഒരുപാട് ഉണ്ടാക്കിയിട്ട് 4-5 ദിവസമൊക്കെ കേടുകൂടാതെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ടേസ്റ്റി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.